അത്രയേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ. അങ്ങനെ പലരും സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, പ്രിയതമ മാതാപിതാക്കൾ, മക്കൾ പലരും ഇന്ന് ഖബറിൽ പോയ ആളുകളുടെ ലിസ്റ്റിൽ പ്രിയമുള്ളവരെ ഉണ്ട്. തൂവെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ് നാം അവരെ യാത്രയാക്കിയിട്ടുണ്ട്. ഇണയും തുണയുമില്ലാത്ത, താങ്ങും തണലുമില്ലാത്ത, വായുവും വെളിച്ചവുമില്ലാത്ത ഖബറിലേക്ക് നമ്മൾ യാത്രയാക്കിയിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, പുതുവർഷ പേര് പറഞ്ഞ് പരിസരം മറന്നാഘോഷിക്കുമ്പോ നമ്മൾ ഓർക്കേണ്ടത് ആ ഖബറിലേക്കാണ് ഞാനും നിങ്ങളും ചെന്നു ചേരാനുള്ളത് എന്ന ഓർമ്മ പ്രിയമുള്ളവരെ നമുക്കുണ്ടാവണം. എന്നെയും നിങ്ങളെയും കുളിപ്പിക്കാനുള്ള കട്ടിലാണ് നമ്മുടെ മഹല്ലിലുള്ളത്. നമ്മുടെ ഖബറിൽ വെക്കാനുള്ള മീസാൻ കല്ല് നമ്മുടെ നാട്ടിലെ ഖബർസ്ഥാനിന്റെ അരികിലുണ്ട്. നമ്മെ കൊണ്ടുപോകാനുള്ള മയ്യത്തുകട്ടില് പ്രിയമുള്ളവരെ, നമ്മളെ കൊണ്ടുപോകുന്ന ഏതു പള്ളിയിലാണോ നമസ്കരിക്കുന്നത് അവിടെ നമുക്ക് വേണ്ടി നമ്മളെ കൊണ്ടുപോകാനുള്ള മയ്യത്തുകട്ടിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന ഒരു ഓർമ്മയാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസികളെ സംബന്ധിച്ച് അവർക്കുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ചോദിച്ചു, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അഫഹസിബതും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അന്നമാ ഖലഖനാകും അബസാ, നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന്, വ അന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മുടെ അരികിലേക്ക് നിങ്ങൾ മടങ്ങി വരില്ലെന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എത്ര പ്രശസ്തമാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം.